ശരി, ഇത് പണിത് തീർന്ന് മതിലൂടെ കെട്ടിക്കണം. ഞങ്ങൾ വണ്ടി കണ്ട് തിരിച്ചു തരാം. വേണ്ട, നിങ്ങളുടെ വീടിനകത്ത് സ്ഥലം ചെയ്തിട്ടുണ്ട്. ഈ വീടിന് മുറ്റത്ത് വേണം വണ്ടി കയറ്റി തിരിക്കാം. അവർ കെട്ടിക്കോട്ടെ, ഗേറ്റ് നോക്കിയല്ലേ അവർക്കൊരു വണ്ടി വരികയാണ്. പാവപ്പെട്ടവരെന്ന് പറഞ്ഞാൽ ആരുടെ മുതൽ കുതിരാനുള്ള അധികാരമൊന്നും അല്ല. പഞ്ചായത്തിന് ഏത് മേഖല തടസ്സപ്പെടാനുള്ള അവകാശമൊന്നും അല്ല. ഇപ്പൊ മാറ്റി പറയുക, ഇപ്പൊ മാറ്റി പറയുക, വാക്ക് മാറ്റി അതുകൊണ്ടില്ല. വാക്ക് മാറ്റി അത്ര നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ സമീപിക്കണം. അല്ലാതെ അവിടെ ഇരിക്കുന്ന ബ്ലോക്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് അവരുടെ കടി മാറ്റാൻ വേണ്ടിയിട്ട് നാട്ടിലെ വികസനം തടയുക, സർക്കാരിന്റെ പൈസ കളയുക, ആരും ഇല്ലാത്തവരുടെ കാശ് കളയുക, അതൊന്നും കൂട്ടുവയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. മനസ്സിലല്ലേ? നിങ്ങൾ ഇളക്കുന്ന നിയമം നടപ്പാകണം, നിയമം നടപ്പാക്കും. അതിനുവേണ്ടി തന്നെയാണ് നമ്മളെ ഇതിലേക്ക് നിയമം നടത്തപ്പെടാൻ നിങ്ങളെ സമാജത്തിന് വിളിച്ചാണോ മീറ്റിംഗ് വിളിച്ചാണോ? നിങ്ങളുടെ തന്നെ വീട്ടമ്മമാരുടെ അഭിപ്രായം തന്നെ? ഒന്നാമത്തെ കാര്യം ഇവർ വരുന്നത് നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത് സ്ത്രീകൾ മാത്രമുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ 1-2 പേരൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരുള്ളൂ, 1-2 പേരെ വീട്ടിലുള്ളൂ. പിന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് നിന്ന് നമ്മളിവിടെയുള്ള ആരെങ്കിലും ഈ വീട്ടിൽ വിളിച്ച് പറയാം. അന്നേരം നമ്മുടെ ജോലി സ്ഥലത്ത് 2 വണ്ടിയും കയറി ഓടി വരും. വന്നു കഴിയുമ്പോഴും എല്ലാവർക്കും മറ്റും ഓടി വരാൻ പറ്റത്തില്ല. 1-2 പേര് കഴിഞ്ഞ തവണ വന്നപ്പം ഞങ്ങൾ 2-3 പേരെ ഇവിടെ ഉള്ളായിരുന്നു. വന്നു കഴിഞ്ഞ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ 15-ാം വാർഡ് പെട്ടക്കുന്നെന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് ചെറുപുഷ്പം കോളനിയാണ്. ഞാനിവിടെ വന്ന നേരത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചതാണ്. ഇവിടെ നമ്മുടെ ഇവിടുത്തെ ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു കോളനിക്കാരെ മുഴുവൻ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമുക്കത് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. ഇത് കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം പനമ്പാലത്തു നിന്ന് ആർപ്പൂക്കരയ്ക്ക് പോകുന്ന വഴിയാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിക്കൂടെ നേരെ പോകുന്നത് നമ്മുടെ നവജീവൻ ട്രസ്റ്റിൻ്റെ ഏരിയയാണ്. ഇതാണ് നവജീവൻ. ഇവിടുന്ന് സ്വല്പം മുന്നോട്ട് പോകുമ്പോൾ തന്നെ വീണ്ടും വലത്തോട്ടൊരു വഴിയുണ്ട്. ഈ വഴി സ്വല്പം മുന്നോട്ട് പോയി കഴിയുമ്പം വലത്തോട്ടുള്ള റോഡ് കയറുന്നത് പെട്ടകുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇത് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽപ്പെട്ട സ്ഥലമാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറുകയാണ്. ഇടത്തോട്ട് പോകുന്ന കരിപ്പത്തിട്ടൊക്കെ പോകുന്ന റോഡാണ്. ഇവിടുന്ന് നേരെ ഈ കയറ്റം കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് പെട്ടകുന്ന് ചെറുപുഷ്പം കോളനിയാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് നേരത്തെ ഒരു വീഡിയോ ചെയ്തത് നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടു കാണും. ഇവിടെ ഒരു കോളനിയാണ്. കോളനിക്കാർക്ക് എല്ലാവർക്കും 5 സെൻറ്റ് സ്ഥലത്തിൽ താഴെ വീതമുള്ളൂ. അപ്പോൾ അവർക്ക് പൊതുവായിട്ടൊരു സ്ഥലം 13 സെൻറ്റ് സ്ഥലം ഇവിടെ ഒരു കളിസ്ഥലമായിട്ട് കിടന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഈ കോളനിക്കാരുടെ ഇവർക്ക് ഈ 5 സെൻറ്റും 3 സെൻറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് അവർ എന്ത് പൊതുവായിട്ടുള്ള പരിപാടി നടത്തുന്നതും ഈ 13 സെൻറ്റിൻ്റെ അകത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഇവരുടെ കല്യാണങ്ങളെ അതുപോലെ ഓണാഘോഷങ്ങളെ ചെറിയ ചെറിയ എന്ത് പരിപാടി നടത്താൻ വേണ്ടി ഇതൊരു പൊതുവായിട്ടുള്ള സ്ഥലമാണ്. കളിസ്ഥലം എന്നും പറഞ്ഞാണ് ഇത് രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. ആധാരത്തിൻ്റെ അകത്തൊക്കെ ഞാൻ ഇവരുടെ ആധാരം എല്ലാം നോക്കിയപ്പോൾ ഇതിൻ്റെ അകത്ത് ഇവിടെ കളിസ്ഥലം എന്നും പറഞ്ഞാണ് കിടക്കുന്നത്. ഇത്രയും സ്ഥലം ഇവിടെ കിടന്നപ്പോഴത്തേനാണ് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് ഒരു അംഗൻവാടി കെട്ടിടം പണിയാൻ വേണ്ടി ഈ കോളനിക്കാരോട് പറഞ്ഞ് ഇതിൻ്റെ മൂലയ്ക്ക് ചെറിയ രീതിയിൽ ഒരു അംഗൻവാടി പണിയുമെന്നും പറഞ്ഞാണ് ഇവർ പണി തുടങ്ങിയത്. എന്നാൽ പണി തീർന്നു കഴിഞ്ഞപ്പോഴത്തേന് ഒരു വലിയ വീട് പോലെയുള്ളൊരു കെട്ടിടമായി. അങ്ങനെ വന്നപ്പോഴത്തേന് ഈ അംഗൻവാടിക്ക് ഇപ്പോഴത്തെ ഒരു സർക്കാരിൻ്റെ നിയമപ്രശ്നമുണ്ട്. കാരണം ഇതിന് ചുറ്റും മതിൽ കെട്ടിത്തിരിക്കണം പിള്ളേരുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ അതും കൂടെ കെട്ടിത്തിരിച്ചു കഴിഞ്ഞാൽ ഈ കോളനിക്കാർക്ക് ഈ ഒരു വഴി എന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടെ കൊടുക്കാമെന്നാണ് അവർ പറയുന്നത്. സൈഡിൽ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഇവിടെ ഒരു വാഹനം പോലും തിരിയത്തില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും. ഇതിപ്പോൾ ഇവർ നിൽക്കുന്നതിൻ്റെ ആ മൺവഴി കിടക്കുന്ന അതിൽ പിന്നെ അതുകൂടാതെ ഇവിടുത്തെ കോളനിയിലെ കുട്ടികൾക്ക് കളിക്കാനോ ഇതിപ്പോൾ ഒരു കെട്ടിടം പണിതാൽ പോലും സാധനങ്ങൾ എല്ലാവരും ഇറക്കിയിടുന്ന ഇവിടെയാണ്. അപ്പം നിങ്ങൾക്ക് കാണാം പഞ്ചായത്ത് തന്നെ
ഇതുണ്ട്, ഇവിടെയാണ് പിള്ളേർ കളിക്കുന്നുണ്ട്. ഇവിടെ ഈ പിള്ളേർ ഈ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവർ വഴിയിലാണ് കളിക്കുന്നത്. കാരണം എന്തെങ്കിലും ഓട്ടോറിക്ഷയൊക്കെ വരുമ്പോഴത്തേന്, ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെയുള്ള ഓരോരോ പരിപാടി കാണിക്കുമ്പോഴത്തേന് കുട്ടികളൊക്കെ വേറെ രീതിയിലേക്ക് പോകുന്നത്. അവർക്ക് കളിക്കാനും മറ്റുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കോളനിക്കകത്ത് ആണെങ്കിലും നമുക്ക് കാണുന്നുണ്ട്, ഓട്ടോ വന്നപ്പോഴത്തേന് അവർക്ക് മാറേണ്ടി വന്നു. അപ്പോൾ ഈ കോളനി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പോലും സാധനം ഇറക്കിയത് ഇവിടെയാണ് ഇറക്കിയത്. ഇപ്പോൾ ഇവിടെ 2 റോഡ് ചെറിയ തൊണ്ട് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി മിറ്റിൽ ഇറക്കിയത് പോലും ഇവിടെയാണ്. പിന്നെ ഇതൊരു റോഡെന്ന് പറഞ്ഞാൽ ഇതിലെ കുറച്ച് പോകുന്നിടത്ത് കുറച്ച് വീട്ടുകാരുണ്ട്. പക്ഷേ ഇത് ഇവിടം വരെയേ ഉള്ളൂ വഴി. അത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ തൊണ്ടായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊന്നും വാഹനം തിരിക്കാനുള്ള യാതൊരു സൗകര്യമില്ല. ഇതാണ് അംഗൻവാടി കെട്ടിടം. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയ സമയത്താണ് ഞാൻ ആ വീഡിയോ ഇട്ട് 15 ലക്ഷം രൂപ മുടക്കി. നിങ്ങൾക്ക് കാണാൻ കണ്ടോ, ആർപ്പക്കര ഗ്രാമപഞ്ചായത്ത് 13ാം വാർഡാണ് നേരത്തെ, ഇപ്പോൾ ഇത് 15ാം വാർഡാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയെന്ന് പറഞ്ഞാൽ ഇതിന് പ്ലംബിങ്, വെള്ളത്തിന് സൗകര്യമില്ല, അതുപോലെ ഇലക്ട്രിസിറ്റി ഇല്ല, അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ല. ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇവർ ഉദ്ഘാടനം നടത്തി. അതിൻ്റെ വീഡിയോ ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടത്. കണ്ടോ, അവർക്ക് അവിടുത്തെ തൊണ്ട് കോൺക്രീറ്റ് ചെയ്യാനുള്ള മിറ്റിൽ വരെ ഇവിടെയാണ് ഇറക്കിയത്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ കോളനിക്കകത്തുള്ള ആൾക്കാരുടെ വാഹനങ്ങളും അവരൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുകയും ഇവിടെ ഇട്ട് വണ്ടി തിരിച്ചു പോവുകയും, അതുപോലെ ടിപ്പറാണേലും വന്ന് സാധനം ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ തിരിക്കാൻ സ്ഥലമുള്ളൂ. അല്ലെങ്കിൽ നമ്മളങ്ങ് താഴെ കണ്ട അത്രയും ദൂരം റിവേഴ്സ് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കോളനിക്ക് അകവശത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെയാണ് ഇതിലെ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. എല്ലാം കൂലിപ്പണിക്കാരും അതുപോലെ അസുഖബാധിതരെല്ലാം ഉണ്ട്. ഈ ഇട സൈഡിലെ വീട്ടിലെ ചേട്ടനൊക്കെ മേലാതെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ചെറിയ വാഹനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് പോകുന്നതുകൊണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങേയറ്റം വരെ 2 വീലർ മാത്രമേ പോയിട്ട് നേരെ പോരത്തുള്ളൂ. ബാക്കി ഒരു വണ്ടി തിരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം അവിടെ കൊണ്ട് വഴി തീരുകയാണ്. പിന്നെ വലിയൊരു റബ്ബർ തോട്ടമാണ്. അപ്പം നിങ്ങളുടെ ഈ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ വിവരം കിട്ടും. ഇവിടെ ഈ കാറ് റിവേഴ്സാണ് പോരാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊന്നും വാഹനം തിരിക്കാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. അവരെല്ലാം ഇപ്പം വാഹനങ്ങൾ മുറ്റത്തോട്ട് കയറ്റി ഇട്ടിരിക്കുന്ന മാതിരി. ഇതെല്ലാം റിവേഴ്സ് പോരണം. ഈ സ്കൂട്ടർ ഇരിക്കുന്നിടം വരെ വഴിയുള്ളൂ. പിന്നെ അവിടെ നിന്നൊരു ചെറിയ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ വലിയൊരു റബ്ബർ തോട്ടമാണ്. ആ റബ്ബർ തോട്ടം എന്ന് പറഞ്ഞാൽ വലിയൊരു ഇവിടെ നിന്നൊക്കെ താഴെ പോയാൽ അത്രയ്ക്കും താഴെയായിട്ട് ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം, വലിയൊരു കുഴിയാണ്. കണ്ടോ, ഇവിടെയൊന്നും വാഹനം തിരിക്കാനോ ഉള്ള സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ടോ, ഇതൊരു ചെറിയ നടപ്പാതയാണ്. ആ സൈഡിലും വീടുണ്ട്, ഇടത് സൈഡിലും വീടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ സംരക്ഷണ ഭിത്തിയൊക്കെ കെട്ടേണ്ടതാണ്. ഇതാണ് ഇപ്പോൾ ഈ കോളനിയിലെ അകവശത്തെ കാഴ്ചകൾ. അപ്പോൾ ഇതൊരു 4-5 അടി വീതി കഷ്ടിച്ച് കാണത്തുള്ളൂ. ഒരു കാറ് കഷ്ടിച്ച് വരാനുള്ള വീതി തന്നെ, ഒരു ഓട്ടോ വരുന്ന വഴിയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ, അത്രയും വീതിയേ ഉള്ളൂ. ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലമാണ് കളിസ്ഥലം എന്ന് പറഞ്ഞാൽ. അതാണ് പഞ്ചായത്ത് കൈയേറിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സാധനങ്ങൾ ഇറക്കാൻ വന്നതും നാട്ടുകാരുമായിട്ടുള്ള സംഘർഷവും, ഇത് 2-3 വർഷമായി ഇത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിന് ഇവർ കേസ് കൊടുക്കുകയും അവസാനം ഇവർക്ക് കോടതിയിൽ നിന്ന് ഇതാണ് അംഗൻവാടിയുടെ ടോയ്ലറ്റിൻ്റെ ഇതാണ്. അത് അന്ന് പണി നിർത്തി വെച്ചിരിക്കുന്നതാണ്. കക്കൂസിൻ്റെ കുഴിയാണ്. അതിൻ്റെ അവിടെ സ്ലാവ് വാർത്തിട്ടിരിക്കുന്നതാണ്. ഞാൻ അന്ന് വന്നപ്പോഴും സ്ലാവ് 1 വർഷം മുമ്പാണ്. അന്നും ഇതുപോലെ തന്നെ അവിടെ സ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് കോർട്ട് ഓർഡർ കിട്ടി. ആ കോർട്ട് ഓർഡറാണ് അംഗൻവാടിയുടെ മതിലിൽ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പണിക്കാരായിട്ട് വന്ന സംഭവമാണിത്. നിങ്ങളൊന്ന് കാണുക. ഇത് പഞ്ചായത്തിൻ്റെ സ്ഥലമാണെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി അവകാശപ്പെടുന്നത്. പക്ഷെ അത് കാണിക്കാനുള്ള രേഖകൾ ഒന്നും ഇവരിലില്ല. അത് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇതിന് സ്റ്റേ ഓർഡർ കോടതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും പഞ്ചായത്ത് ഇവരെ വെറുതെ വിടുന്നില്ല. പണിയാൻ വന്ന ആൾക്കാർ മടിച്ചു നിൽക്കുന്നത് ഇത് കോർട്ട് ഓർഡറുള്ള സ്ഥലമായതുകൊണ്ടാണ് അവർ പിന്മാറിയത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ അവർ തന്നെ സാധനം ഇറക്കി അവർ തന്നെ പണിയാൻ ഒരുങ്ങുന്ന ഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്. ആർപ്പക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് പഞ്ഞിക്കാരനാണ്. അതുപോലെ തന്നെ ഈ വാർഡിലെ മെമ്പർ മാത്യു എം പടപ്പനാണ്.
ഇതൊരു തന്നിട്ട് വെച്ചു തനിക്ക് നഷ്ടപ്പെട്ട പൈസ വേണം പോലെ ഇതിനെല്ലാവരും വരും ഇതിനെല്ലാവരും വരും ഇവിടെ വന്ന് നോക്കേണ്ട ഇവര് ഞാൻ ഫോട്ടോ ഉണ്ടോ പഞ്ചായത്തിന്റെ അധികാരികൾ നിങ്ങൾ കേൾക്കുന്ന ഇവിടുത്തെ വഴിപോക്കിനുള്ളത് നമ്മുടെ കുട്ടികളെ എടുത്ത് വീഴുന്നു ഞങ്ങൾ എടുത്ത് വെക്കാം വീഡിയോ എടുത്താൽ ഹലോ വെള്ളരിക്കാൻ പറ്റുന്നു നമ്മളിപ്പോ എടുത്ത് വെച്ചിരുന്നു സാധനം എടുത്ത് എവിടെ സാധനമാണ് ഹലോ ആരാ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ ഞാൻ വിളിച്ചായിരുന്നു കാര്യം പറഞ്ഞു ഒരു വർഷമായി നിങ്ങൾ സാധനം എടുത്തു അല്ല പകുതി സാധനം എടുത്ത് പകുതി നിങ്ങൾ കൂട്ടിയിട്ട് വിട്ടു പിന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചില്ല തനിക്ക് ഒരു നഷ്ടം തന്നാൽ പോലെ നോക്കാൻ പറ്റിയാൽ പിന്നെ ഈ വിഷക്കെട്ടിന് കൂടുമോ എടുത്ത് പറയപ്പെട്ട എടുത്തു വേണം അതിനായിട്ടിരിക്കും ശരി ഇത് പണിത് തീർന്നും അതിലൂടെ കിടക്കണം ഞങ്ങൾ വണ്ടി കണ്ട് തിരിച്ചു തരാം വേണ്ട നിങ്ങളുടെ വീടിനകത്ത് സ്ഥലമില്ല ഇതിനൊന്നും ഈ വീടിന് മുറ്റത്ത് വേണം വണ്ടി കയറ്റിത്തിരിക്കാം കേട്ടു അവർ കെട്ടിക്കോട്ടെ ഗേറ്റ് നോക്കിയല്ലേ അവർക്കൊരു വണ്ടി വരികയാണെങ്കിൽ പാവപ്പെട്ടവർ പറഞ്ഞ ആരുടെ മുതത്തിൽ കയറാനുള്ള അധികാരമൊന്നും അല്ല പഞ്ചായത്തിന് ഏത് വികസനം തടസ്സപ്പെടാനുള്ള അവകാശമൊന്നും അല്ല ഇപ്പൊ മാറ്റി പറയുക ഇപ്പൊ മാറ്റി പറയുക വാക്ക് മാറ്റി അതുകൊണ്ടില്ല വാക്ക് മാറ്റി അത്ര നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിയിൽ സമീപിക്കണം. അല്ലാതെ അവിടെ ഇരിക്കുന്ന ബ്ലോക്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് അവരുടെ കടി മാറ്റാൻ വേണ്ടിയിട്ട് നാട്ടിലെ വികസനം തടയുക, സർക്കാരിന്റെ പൈസ കളയുക, ആരും ഇല്ലാത്തവരുടെ കാശ് കളയുക, അതൊന്നും കൂട്ടുവയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. മനസ്സിലല്ലേ? നിങ്ങൾ ഇളക്കുന്ന നിയമ നടപ്പാകണം, നിയമ നടപ്പാക്കും. അതിനുവേണ്ടി തന്നെയാണ് നമ്മളൊക്കെ ഇതിലേക്ക് നിയമം നടത്തപ്പെടുന്ന നിങ്ങളെ തടയാൻ വന്നില്ലല്ലോ. നിങ്ങളെ സമവായത്തിന് വിളിച്ചതാണോ? മീറ്റിംഗ് നോട്ടീസ് വിളിച്ചാണോ? എവിടെ വിളിച്ചു? ഒരു ദിവസം വരാറുള്ളൂ, ബാക്കി എല്ലാ പ്രാവശ്യം അവിടെ വന്നോ? ഈ മെമ്പർ നിങ്ങൾക്ക് ലെറ്റർ തന്നോ? ഞങ്ങൾ വന്നിട്ട് ആ മെമ്പറിന് വരാൻ മേലാത്ത കാര്യം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മെമ്പർ ലെറ്റർ വഴി തന്നെ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും എന്റെ അടുത്ത് പറയരുത്. എങ്ങനെയാ പെട്ടോക്കുന്നപ്പുറത്ത് കുടിവെള്ളം കൊണ്ടുവന്നുള്ളത് നിങ്ങൾക്കറിയാൻ വേണമെങ്കിൽ എനിക്കറിയാം. ആരുടെ എല്ലാം കാല് പിടിച്ചിട്ട് ടാങ്കിന് സൗകര്യപ്പെടുത്തി കിടന്ന സമയത്ത് പിന്നെ അതിന്റെ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പൈപ്പ് കണക്ഷൻ കിട്ടിയോ? ഇതിലേകളെ പൈപ്പ് ലൈൻ പിടിയിക്കുമ്പോ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോളൂ, പൈപ്പ് ലൈൻ അങ്ങോട്ട് പോകണ്ട. ആ പൈപ്പ് ലൈൻ ഈ ഇടവഴി കയറ്റി വിട്ടത്
നമ്മളിത് ആർപ്പക്കര ഗ്രാമപഞ്ചായത്തിന്റെ പഴയ 13-ഉം ഇപ്പോഴത്തെ 15-ാം വാർഡ് പെട്ടകുന്ന് അല്ലേ? നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്, പക്ഷെ എന്നാലും ആൾക്കാരെല്ലാം ആ കാര്യം മറന്നുപോയി കാണും. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മുടെ ഈ കോളനിക്ക് കിട്ടിയ ഒരു 10 സെന്റ് സ്ഥലം കളിസ്ഥലമായിട്ട് കിടക്കുന്ന സ്ഥലം 13 സെന്റ് സ്ഥലമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെറിയ അംഗൻവാടി എന്നും പറഞ്ഞ് തുടങ്ങിയിട്ട് ഈ പണ്ട് കാലത്ത് ഈ ഒട്ടകത്തിന് കയറി കൊടുക്കാൻ സ്ഥലം കൊടുത്തെന്ന് പറഞ്ഞ പോലെ ഒരു വലിയ അംഗൻവാടിയായി മാറി. അപ്പം നിങ്ങളുടെ കളിസ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അതിനെതിരെ ഒരുപാട് പരാതികളും എല്ലാം പ്രശ്നം. ഇപ്പം എന്നാ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്? ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ ഒരു സ്റ്റേ ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റേ ആണെങ്കിൽ പോലും അവർ കഴിഞ്ഞ ദിവസം വന്നിട്ട് പണിയാനുള്ള പരിപാടികളാണ്. വീണ്ടും പണിയാൻ തുടങ്ങി. അതെ, അവർ വയറിംഗ് ആണ് തുടങ്ങി വെച്ചത്. അപ്പം ഞങ്ങളിങ്ങനെ സ്റ്റേ ആണെന്നും പറഞ്ഞ് കൊണ്ട് പേപ്പർ കാണിച്ചിട്ട് അവർ പറഞ്ഞു അവർക്ക് പേപ്പർ കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് അവരത് പണി നിർബന്ധപരമായിട്ട് അവർ പണിയുമായിരുന്നു. പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ എല്ലാവരും പ്രസിഡന്റാണ് മുന്നിൽ നിന്ന് അവരെ കൊണ്ട് ഇതിനാണ് പെറുക്കി വെപ്പിച്ചതല്ല. മെമ്പറും ബ്ലോക്ക് മെമ്പറും എല്ലാവരും ഉണ്ട്. അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് എല്ലാ വാർഡിലെ മെമ്പർമാർ ഇവരെല്ലാം കൂടി അത് ഇറക്കി വെക്കുകയും ചെയ്ത് പണി തുടങ്ങിയായിരുന്നു. അതിന്റെ കാണാനുണ്ട്, ഭിത്തിയിലെല്ലാം തുളയിട്ടതിന്റെ പാടുകളുണ്ട്. അകത്തൊരു നമുക്ക് തുറക്കാൻ സാഹചര്യമില്ലല്ലോ. അല്ല, ഈ അംഗൻവാടി പണിത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ അടുത്തിടെ വർക്കും എല്ലാം ചെയ്തു ഇവിടെ. ഇപ്പം ലാസ്റ്റ് ഒന്നും വർക്കല്ല, അവർ ഉദ്ഘാടനം കഴിഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്ത ഉദ്ഘാടനം വീഡിയോക്ക് അത് ചെയ്ത് സ്റ്റേ നിലനിൽക്കാൻ വന്നിട്ട് ഇവർ ഇതിന്റെ അകത്തുള്ള ഇലക്ട്രിഫിക്കേഷൻ വർക്കുകൾ ചെയ്തു. അതിന് ചെയ്യാനാണ്ട് അന്ന് പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു. ലാസ്റ്റ് പോലീസും വന്ന കാര്യങ്ങളെല്ലാം വന്ന് ലാസ്റ്റ് നമ്മൾ ഓർഡർ കൊണ്ട് കാണിച്ചു. നമ്മൾ ഈ സ്റ്റേ ഓർഡർ കൊടുത്തിട്ട് പോലും ഇവർ അത് സമ്മതിക്കും. ഓർഡർ വൈകുന്നേരം ഓർഡർ കൊണ്ട് കാണിച്ചിട്ട് പോലും ഇവിടെ പണി നിർത്തിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പണിക്കാരുടെ കാര്യം പറഞ്ഞ് നിർത്തിച്ചത്. അന്നേരം അവർ പറഞ്ഞു ഫോണിലല്ല പേപ്പറായിട്ട് കൊണ്ട് കാണിക്കാം. പേപ്പറായിട്ട് കാണിക്കണം, ഫോണെ കാണിച്ചാൽ പോരാ. ഇത് നമുക്കിപ്പോൾ സ്റ്റേ ഓർഡർ തരുന്ന കൂട്ടത്തിൽ പഞ്ചായത്തിന് സ്റ്റേ ഓർഡർ അവർ അതിൻ്റെ കോപ്പി അവർ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് അവർക്ക് അറിയാൻ വേണമെന്ന് പറയുന്നത് നമ്മളെ വീണ്ടും മണ്ടന്മാരാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാ ഓർഡറുകളും പഞ്ചായത്തിന് പോയിട്ടുണ്ട്. നമുക്ക് തരുന്ന എല്ലാത്തിൻ്റെയും കോപ്പികൾ പഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പം ഇനി പിന്നെ അടുത്ത ഘട്ടത്തെ ഇവരുടെ പരിപാടി തന്നെ ഇനിയിപ്പോൾ പറയുന്നത് പറഞ്ഞാൽ ഈ സ്ഥലം ഉൾപ്പെടെ ഇത് പഞ്ചായത്തിൻ്റെ അല്ലേ, ഈ വഴി സ്ഥലം, ഈ സ്ഥലം ഉൾപ്പെടെ ഇത് ഉൾപ്പെടെ ഇപ്പൊ അവര് ഇത് കോടതിയിൽ നിന്ന് കമ്മീഷണറെ വെച്ച് അളന്നു പോയിരിക്കുന്ന സ്ഥലം. അത് പഞ്ചായത്ത് സെക്രട്ടറി സാക്ഷിയായിട്ട് ഇവിടെ നിർത്തി ഒപ്പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ആ സാക്ഷിയുടെ പത്രത്തിന്റെ കോപ്പി ഞങ്ങളുടെ ഇരിപ്പുണ്ട്. അത് ഉൾപ്പെടെ ഇപ്പൊ അവര് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ റോഡും കൂടി കോൺക്രീറ്റ് ചെയ്ത് അതിന് വേണ്ടിയുള്ള മെറ്റിലും കൂടി ഇവിടെ ഇറക്കിയിരിക്കുന്ന മെറ്റിൽ അതിന് വേണ്ടി വേറെ 2 ഇട റോഡ് ചെയ്യാനെന്ന പേരിൽ ഇത് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് അവർ. അല്ല, ഇലക്ഷന്റെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടാണ് അല്ലേ? ഇലക്ഷന്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കലാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ വഴി അങ്ങോട്ടുള്ള ആ തൊണ്ടും കോൺക്രീറ്റ് ഈ വഴിയും കോൺക്രീറ്റ് ചെയ്യണം. അങ്ങോട്ടുള്ള ഒരു അപ്പുറത്തൊരു തൊണ്ട് ആ രണ്ടത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇത് കോൺക്രീറ്റ് ചെയ്യാനാണ് മെയിനായിട്ട് അവരുടെ പരിപാടി. ഇത് റോഡാക്കുക എന്നുള്ളതാണ് മെയിൻ. എന്നാൽ ഇവിടുത്തെ സ്ഥലം മൊത്തം അവരുടെ കൈവശപ്പെടുത്തുക എന്നുള്ളത്, അവരുടെ ആസ്തിയിലാക്കാനുള്ള പരിപാടി ഇപ്പൊ നടക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം ഈ നിലവിലുള്ള ഈ വഴി അവരടയ്ക്കാന്നുള്ളതാണ്. ഈ വഴി അവർ പറഞ്ഞു തന്നെ വന്നു പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് ഇപ്പം ചേട്ടൻ നിൽക്കുന്നതിൻ്റെ അവിടെ നിന്ന് ഒരു 1.5-2 മീറ്റർ കിട്ടുക. അവർ പറഞ്ഞ ഐഡിയയിലാണെങ്കിൽ നമുക്കൊരു വണ്ടി പോലും തിരിക്കാൻ പറ്റുന്ന സാഹചര്യം. വിജിലൻസ് എൻക്വയറി ഉണ്ട്, ED എൻക്വയറി നടന്നിട്ടുണ്ട്. അവരുടെ എല്ലാം റിപ്പോർട്ട് വന്നിട്ടില്ല. അവർ റിപ്പോർട്ട് അയക്കാന്നാണ് പറഞ്ഞത്. ഇതുവരെ നമുക്ക് കിട്ടിയില്ല. ഇലക്ഷൻ്റെ തിരക്ക് കാരണമാണ് അത് വരാൻ താമസിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ രീതി ദ്രോഹിക്കാന്ന് പറ്റുന്ന ആ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ? ഇപ്പൊ അവർ ആലോചിച്ചോണ്ടിരിക്കും. അല്ല, അന്ന് ഈ പോലീസൊക്കെ ഇവിടെ പോലീസ് വന്ന് പോലീസിനെ കാണിച്ചപ്പോൾ നമുക്ക് തന്ന കോപ്പി എന്ന് പറഞ്ഞാൽ പുതിയ സിസ്റ്റത്തിലുള്ള ഒരു പേപ്പർ, ആദ്യം സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞൊരു പേപ്പറാണ് തന്നിരുന്നത്. അത് കാണിച്ചപ്പോൾ ഇവർക്ക് ആർക്കും മനസ്സിലായി. ഇവർ പറഞ്ഞാൽ നമ്മളത് ലെറ്റർ പാഡിൽ ഉണ്ടാക്കി നമ്മളടിച്ച് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുത്തുകൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത്. അല്ല, ഈ പോലീസ് പോലും നമുക്ക് അനുകൂലമല്ല, അവർക്കൊപ്പം. അത് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ഒരു SI മാത്രമാണ് നമ്മളോട് പറയുന്നത് നിങ്ങൾ ഓർഡർ മേടിച്ചിട്ട് പോലും ഞാൻ വർക്ക് നിർത്തിച്ച് തരാം എന്ന് പുള്ളി പറയും. പുള്ളി വിളിച്ച് പറഞ്ഞിട്ട് പോലും ഇവിടെ അവർ വർക്ക് നിർത്തിയിട്ടില്ലായിരുന്നു. ഈ നമ്മുടെ ഈ വാർഡിലെ മെമ്പർ ആരായിരുന്നു? ഇപ്പം മാത്യു പടപ്പൻ. അദ്ദേഹം നമ്മളോട്ടുള്ള സമീപനം എങ്ങനെയാ? പുള്ളിക്കാരൻ നമുക്ക് സമീപനമായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യത്തില്ലല്ലോ. നമുക്ക് എങ്ങനെയും നടത്തിയെടുക്കാന്നുള്ളതേ ഉള്ളൂ. അവരാരും തുടങ്ങിപ്പോയി അത് പൂർത്തീകരിക്കാന്നുള്ള അവരുടെ അതെങ്ങനെ എങ്ങനെയും നടത്തിയെടുക്കട്ടെ എന്ന് അവർ പറയുന്നത്. നടത്തിയെടുത്താൽ അവരും മതിൽ കെട്ടി അടയ്ക്കാന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പം മതിൽ കെട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടൊരു വണ്ടി വന്നാൽ ഒന്ന് തിരിക്കാൻ പോലും സൗകര്യം ഇല്ലാത്ത. ഇപ്പൊ നിലവിൽ ഈ കിടപ്പിൽ പോലും ഒരു 3 വണ്ടി അടുപ്പിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു 1-2 വീട്ടുകാരല്ലല്ലോ, ഇത്ര ആൾക്കാരുടെ ഒരു 3 വണ്ടി വന്നാൽ തിരിയാൻ പറ്റത്തില്ല. അത് തന്നെയല്ല, ഈ കോളനിയിലെ കുട്ടികൾ കളിക്കേണ്ട സ്ഥലമാണ്. അവരാണ് ഇപ്പം വഴി കളിക്കുന്നത്. അതെ അതെ. അതുമല്ല, ഇപ്പം അവർ തന്നെ കാണിച്ചിട്ടുണ്ട് വേറൊരു സാധനം നമുക്ക് നിർമ്മാണ സാധനം ഇറക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഇടയില്ലെന്നുള്ളത്. അതുകൊണ്ടാണല്ലോ അവർ ഇവിടെ നിലവിൽ ഇവിടെ സ്റ്റേ ഉള്ള സ്ഥലം, ഈ സ്റ്റേ ഉള്ള സ്ഥലത്ത് ഒരു വർക്ക് അല്ല, ഒരു പണിക്കും സാധനം ഇറക്കാൻ പോലും പറ്റുന്നില്ല. അവിടെ കൊണ്ട് ഇറക്കിയിരിക്കണം. അതെ അതെ.
ഈ മിക്കപ്പോഴും പണി നടക്കുന്നതൊക്കെ നിങ്ങളാരും ഇല്ലാത്ത സമയങ്ങളിലാണെന്നൊക്കെ രാവിലെ ഒരു 10:30 ശേഷമേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് വരത്തുള്ളൂ. ഒരറിയിപ്പില്ല, പെട്ടെന്ന് ആരും കാണത്തില്ല. കൂടി വന്നാൽ വീടുകളിൽ ചിലപ്പോൾ 1-2 പെണ്ണുങ്ങൾ കാണുമായിരിക്കും. അവരല്ലാണ്ട് വേറെ പ്രായം ചെന്നവരുമായിരിക്കും. എന്നെ 2 പ്രാവശ്യം സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു. അതിനെതിനെ ഇവര് വന്നിട്ട് പറഞ്ഞ വണ്ടി അവിടെ മാറ്റി കൊടുക്കണമെന്ന്. വണ്ടി ഇവിടെ ഇടാൻ പറ്റത്തില്ലെന്ന്. അവിടെ ഇടാൻ പറ്റത്തില്ല, അവർക്ക് സാധനം ഇറക്കണമെന്നുണ്ട്. വണ്ടി കാറും ഈ ഓട്ടോ ഇവിടെ മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു വണ്ടിയെ പോകും. ഒന്നും വേണം, ഞാനൊന്നും അനുവദിക്കണ്ട. നിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കണം. ഒരു സ്ഥലത്തില്ല, ഞാനും ഇല്ല, അവള് വലുതുമില്ല. ഞാൻ മാറ്റിയില്ല. അല്ല, ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ട് മതി. വിളിച്ചായിരുന്നു, സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു. വണ്ടി മാറ്റണമെന്ന് പറഞ്ഞു. അല്ല, നമുക്കൊക്കെ വണ്ടി ഇടാനും നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ നടത്താനുള്ള സ്ഥലത്തിൻ്റെ അകത്ത് പോലും ഇടാൻ പറ്റുകയെന്നൊക്കെ പറഞ്ഞു. അവരുടെ പഞ്ചായത്തിന്റെ സ്ഥലമാണെന്ന് പറയുന്നത്. അല്ല, പഞ്ചായത്തിന്റെ സ്ഥലമെന്ന് പ്രൂഫ് ചോദിച്ചിട്ട് അവരുടെ ഒന്നും ഇല്ല തന്നെ. അത് അവസാനം പറഞ്ഞത് പുറമ്പോക്കെന്നാ പറയുന്നത്. പുറമ്പോക്ക് ഭൂമി ആരെ എവിടെ പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്തതിന് തെളിവുണ്ടോന്ന് പറഞ്ഞത്. അതെ അതെ അതെ. കഴിഞ്ഞിടയ്ക്ക് പറഞ്ഞത് ഇതിന്റെ എല്ലാം ഇതായി കഴിഞ്ഞ ഇവിടെ ടാറിയുന്നത്. തീരുമാനമായിട്ടേ ഉള്ളൂ. ഇതിന്റെ തീരുമാനമായിട്ട് ഈ ടാറിങ് വരെ വന്നു. എന്റെ സാക്ഷനായി കഴിഞ്ഞിട്ട് ഇവിടെ ടാർ ചെയ്ത്. അല്ല, ഈ വഴി എത്ര വർഷമായിട്ട് ഉള്ളതാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. 10-30 വർഷമായിട്ടെല്ലാം ഉള്ളത്. അംഗൻവാടി അതിന്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 2023 ഈ പ്രോജക്ട് നോക്കുന്നത്. അതെ അതെ. 15 ലക്ഷം രൂപ വക ഇരുത്തിയിട്ടുണ്ട് പറഞ്ഞേക്കുന്നത്. 15 ലക്ഷം തീരെ നമുക്കറിയാം. നിങ്ങളുടെ തന്നെ വീട്ടമ്മമാരുടെ അഭിപ്രായം തന്നെ? ഒന്നാമത്തെ കാര്യം ഇവർ വരുന്നത് നമ്മള് ഇവിടെ ഇല്ലാത്ത സമയത്ത്. സ്ത്രീകൾ മാത്രമുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ 1-2 പേരൊക്കെ വീട്ടിൽ ഇരിക്കുന്നവരുള്ളൂ. 1-2 പേരെ വീട്ടിലുള്ളൂ. പിന്നെ നമ്മൾ ജോലി സ്ഥലത്ത് നിന്ന് നമ്മളിവിടെയുള്ള ആരെങ്കിലും ഈ വീട്ടിൽ വിളിച്ച് പറയാൻ നേരം നമ്മൾ ജോലി സ്ഥലത്ത് 2 വണ്ടിയും കയറി ഓടി വരും. വന്നു കഴിയുമ്പോഴും എല്ലാവർക്കും മറ്റും ഓടി വരാൻ പറ്റത്തില്ല. 1-2 പേര് കഴിഞ്ഞ തവണ വന്നപ്പം ഞങ്ങൾ 2-3 പേരെ ഇവിടെ ഉള്ളായിരുന്നു. വന്നു കഴിഞ്ഞ് ഭയങ്കര പ്രശ്നം. പ്രസിഡന്റായിട്ടും ഈ സോബിൻ തെക്കേടം ഭയങ്കര, അതായത് നമ്മളോട് ഭയങ്കര രീതിയിലുള്ള പുള്ളിക്കാരൻ വന്ന് ഭയങ്കര ഇതായിരുന്നു. എന്റെ കെട്ടിയവന്റെ ഫോട്ടോ അടക്കം പ്രസിഡന്റ് എടുത്തോണ്ട് പോയി. നീ ആരാന്നുള്ളത് എന്നെ ശരിയാക്കി. എന്നിട്ട് മാറി നിന്നിട്ടാണ് പുള്ളി പോലീസിനെ വിളിച്ചത്. പോലീസിനെ വിളിച്ച് നമ്മൾ അവരോട് മര്യാദകേടായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് പണ്ട് ചെയ്ത് പുള്ളി ഇവിടെ വെള്ളം കൊണ്ടുവന്ന പുള്ളിയാ. അതൊക്കെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് നമുക്ക് ഈ വഴി എന്നാണെങ്കിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. സാധാരണ രീതിയിലുള്ള അംഗൻവാടി ആയിരുന്നെങ്കിൽ നമ്മൾ അനുവദിച്ച് പോയേനെ, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ പുള്ളി പറയുന്നത് നിങ്ങൾക്ക് ഇനി വണ്ടി നമുക്ക് പുള്ളി പറയുന്നത് നിങ്ങൾക്ക് ഇനി വണ്ടി തിരിക്കാൻ ഇടയില്ല, ഇവിടെ മതിൽ കെട്ടിയാൽ വണ്ടി തിരിക്കാൻ ഇടയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീടും ആ വീടും എടുത്ത് നിങ്ങൾ അതിനകത്ത് കയറി വണ്ടി തിരിച്ചോളാം. അപ്പൊ ഞങ്ങൾ ചോദിച്ചു അവര് മതിൽ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞങ്ങൾ ചോദിച്ചു. ഉടനെ പുള്ളി പറഞ്ഞതാണ് മതിൽ കെട്ടിക്ക് അവരുടെ പേര് കൊണ്ട് കേസ് കൊടുക്കാൻ. അതാണ് എളുപ്പമുള്ളത്. പിന്നെ ഈ പുള്ളിക്കാരൻ നേരത്തെ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പുള്ളി ഭരണത്തിലൊന്നും ഇല്ലാതിരുന്ന കാലത്ത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു അംഗൻവാടിയുടെ ആവശ്യമില്ല, ഇവരെന്തിനാ ഇത് പണിത് വെച്ചത് എന്ന് ചോദിച്ച് പുള്ളി ഇവിടെ വന്ന് ചോദിച്ചിട്ടുള്ളതാ. ആ പുള്ളി കഴിഞ്ഞ ഇവിടെ ബഹളം നടന്നപ്പോൾ പുള്ളി വന്നപ്പോൾ പുള്ളിയോട് ഞാനത് തിരിച്ചു ചോദിച്ചു. ആന്തൻ ചേട്ടൻ പറഞ്ഞതല്ലേ ഇത്രയും വലിയൊരു അന്നാ ഞാനിതിപ്പോ അങ്ങ് മാറ്റുവാന്ന്. വീഡിയോയിലുണ്ട്. ആ വീഡിയോയും ഇതിനകത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പുള്ളി പറഞ്ഞാണ് ഞാനതങ്ങ് മാറ്റുക, അതുകൊണ്ട് പറഞ്ഞ വാക്കങ്ങ് മാറ്റുവാന്ന് ഞാൻ മാറ്റി പറയുവാന്ന് എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ പോലീസ്, ഒറ്റവണ്ടി പോലീസ്, വനിതാ പോലീസ് അടക്കം, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ പെണ്ണായിട്ട്, എന്നെ പിടിക്കാനായിരിക്കും വനിതാ പോലീസ് അടക്കം വന്ന എല്ലാവരും കൂടെ. ഞങ്ങൾ അമ്മ നേരം കാര്യം പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു. ഞങ്ങളെ വീട്ടിൽ വന്ന് പിള്ളേർ വിളിച്ച് ഇന്ന പോലെ പോലീസ് വന്നിട്ടുണ്ട്. പോലീസുകാർ ഒത്തുതീർപ്പാക്കുന്ന രീതി, അതായത് അവർ ചെയ്തോട്ടെ, അല്ല നിങ്ങൾക്ക് വഴി ഇച്ചിരി ഇവിടെ കോൺക്രീറ്റ് ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഇട്ട് തരും, അത് അംഗീകരിക്കാം. അപ്പം ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങളുടെ ഈ സ്റ്റേ ഓർഡർ ഫോണിലേ ഉള്ളൂ, അത് കാണിച്ചപ്പോൾ അവർ അംഗീകരിക്കത്തില്ല. അപ്പം SIയോട് പറഞ്ഞപ്പോൾ പുള്ളിക്ക് പേപ്പറുകളെല്ലാം കാണിച്ച് നമ്മൾ ഈ സ്ഥലത്തിൻ്റെ രേഖകളെല്ലാം കാണിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് കാര്യം മനസ്സിലായി. പുള്ളി ഉടനെ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ എപ്പം നിങ്ങൾക്ക് സ്റ്റേ ഓർഡർ കയ്യിൽ കിട്ടുന്നോ, ഇന്ന് കിട്ടുമെങ്കിൽ ഇന്ന് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തന്നാൽ മതി. അതെ അതെ. പുള്ളി പറഞ്ഞു ഞാൻ പണി അന്നേരം നിർത്തിച്ച് തന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 3:30 കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റേ ഓർഡർ ഞങ്ങളുടെ വക്കീൽ നിന്ന് വാങ്ങിച്ച്, പുള്ളിക്കാരത്തെ ഒത്തിരി കഷ്ടപ്പെട്ടു, പുള്ളി അത് നിന്ന് വാങ്ങി ഇല്ല പണിയുന്നുണ്ട്. അവർ പോയി സാധനം ഇറക്കാനൊക്കെ അവർ വന്നവർക്കും ബുദ്ധിമുട്ടായിരുന്നു. അവർ സാധനം ഇറക്കാൻ പ്രസിഡന്റ് തന്നെയാണ് സാധനം ഇറക്കിയിരിക്കുന്നത്. ആൾക്കാരെ കൂട്ടി എല്ലാം ഇറക്കി എല്ലാം ചെയ്ത് അവർ പണിതുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ 3:30-4 മണിയായപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സ്റ്റേ ഓർഡർ കൊടുത്ത് അവർ അന്നേരം പോലീസുകാരെ വിളിച്ച് പറഞ്ഞ് നമ്മുടെ മെമ്പറോട്
എന്നാ പണി നിർത്തിക്കോളാൻ പറഞ്ഞു. എന്നിട്ടും ഇവർ നിർത്തിയില്ല, ഇവരോട് വിളിച്ച് പറഞ്ഞില്ല. തിരിച്ച് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവരറിയുന്നത്. അവരന്നേരം ഞങ്ങൾ പറഞ്ഞപ്പോഴേ അവർ പണി നിർത്തി. അത് കഴിഞ്ഞ് പിന്നെ അവരുടെ സാധനങ്ങൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് എടുത്തോണ്ട് പോക്കണം, അതുങ്ങൾക്കും പണിക്കാരാ. അങ്ങനെ ഒത്തിരി ഇവർ ഞാൻ ചോദിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ തെളിവ്, അവരുടെ തെളിവുകൊണ്ടാ കൊണ്ടുവരട്ടെ ആണെന്ന്. ശരിക്കും 3 വർഷത്തോളായി ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ടല്ലേ? നിങ്ങളെല്ലാം പണിയെല്ലാം മെനക്കെട്ട് ചെയ്തിട്ട് ജയിച്ചവരല്ലേ ഇവരെല്ലാവരും. ഈ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റുമാരും നമ്മുടെ ജനങ്ങളുടെ ആവശ്യം സാധിച്ചു തരേണ്ട ആൾക്കാരാണ്. കാരണം ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട ആൾക്കാരാണ്. ഇനിയിപ്പോ ഇലക്ഷൻ റിസൾട്ട് വരാൻ നോക്കിയിരിക്കും വഴിയുടെ ഇതിന് വരാനായിട്ട്. ഈ വഴി താറിട്ട് അവിടെ അല്ല കോൺക്രീറ്റ് ഇങ്ങോട്ട് കൂട്ടിമുട്ടിക്കാനായി വഴിയായിട്ട്. അല്ല അങ്ങോട്ടുള്ളത് അങ്ങോട്ടുള്ള കുറച്ച് വീട്ടുകാരുണ്ട്. പക്ഷെ ഇത്രയും വീതിക്കുള്ള സ്ഥലമില്ല, അങ്ങോട്ട് വരാനും കൊടുക്കത്തില്ല. അപ്പൊ ഈ വീടിരിക്കുന്നതിന്റെ അതിര് വരെ വീതിയുള്ളൂ. ഞാൻ അവിടെ വരെ പോയി നോക്കിയിട്ടുള്ളൂ. അപ്പുറത്തോട്ട് അവര് വീതി കൊടുക്കത്തില്ല, അവരുടെ സ്ഥലം അവര് കൊടുക്കത്തില്ല. പിന്നെ നമ്മുടെ ഇവിടുന്ന് വീതി വന്ന ഒരു വീട്ടുകാർക്ക് മാത്രം അങ്ങോട്ട് കാറ് കയറും. വീട്ടുകാർക്ക് ശല്യം പറഞ്ഞാൽ അതിര് വരെ പുറകിലത്തെ അതിര്, ഈ വീടിന് അതിന്റെ പുറകിലത്തെ അതിര് വരെ ഈ കോളനിയുടെ വണ്ടി ചെല്ലുള്ളൂ, അങ്ങോട്ട് വണ്ടി പോകത്തുമില്ല. അത് അവിടെയുള്ളവരെ കൈയിട്ട് കൊണ്ടാണ് പോകാത്തത്. അംഗൻവാടിയുടെ ചുറ്റുമതിൽ കെട്ടി ഇവർക്ക് അടയ്ക്കണം, എത്ര ഉള്ളു അവരുടെ ആവശ്യം അതാണ്. പക്ഷെ അത് അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നമുക്കൊന്നൊരു എല്ലാം തീർന്നു. പിന്നെ നമ്മളിവിടെ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ലാത്ത അവസ്ഥയാണ്. കാരണം ഒരു വണ്ടി പോലും തിരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. പിന്നെ മരണം നടന്നിട്ട് ഇവിടെയായിരുന്നു വണ്ടി മൊത്തം. അതെ അതെ. അല്ല പണ്ട് നിങ്ങൾ ഓണാഘോഷമൊക്കെ ഇവിടെയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്? അപ്പൊ ഒരു മരണം നടന്നാലോ എല്ലാം നടന്നാലോ എന്നെ ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നു. പിന്നെ അതെ അതെ, അങ്ങോട്ട് പോയാൽ എവിടെയാ വണ്ടി? അല്ല അതൊക്കെ അവർക്കൊന്ന് മനസ്സിലാക്കണ്ടേ അല്ലേ? അവരൊക്കെ പറഞ്ഞു കൊടുത്തു എല്ലാം നമ്മൾ പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും ഒരു ഉദ്യോഗസ്ഥന്മാരല്ല അവർക്ക് അനുകൂലമായിട്ട് തന്നെ നിൽക്കുക അല്ലേ? പഞ്ചായത്തിലേക്ക് പറയുമ്പോൾ പഞ്ചായത്തിന്റെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ നല്ല ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ അതിന്റെ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് കുറേയൊക്കെ. അല്ല നിങ്ങൾക്ക് ഈ കോർട്ട് ഓർഡറും സ്റ്റേ ഓർഡറും കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് സത്യം ഉള്ളതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അവര് പറയുന്നത് നമ്മുടെ കയ്യിൽ തെളിവുള്ളതല്ല നമ്മളവർ കാണിച്ചിട്ട് അവരല്ല. പുള്ളി എന്നിട്ട് പറഞ്ഞു, പ്രസിഡന്റ് പറഞ്ഞു നിങ്ങൾ തെളിവുണ്ടെങ്കിൽ എടുത്തോണ്ട് വരാൻ പറ്റും. ഞാൻ വീട്ടിൽ പോയി പേപ്പർ എടുത്തോണ്ട് പറയുവാണ്, കൈ വെച്ചോണ്ടാ മതിയെന്ന് പുള്ളി പറയുന്നത്. പുള്ളിക്ക് കാണണ്ടെന്ന്. പിന്നെന്തിനാ പുള്ളി എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? പഞ്ചായത്ത് എവിടെ നിന്നാണെങ്കിലും ഒരു മനുഷ്യൻ പണിയുന്നതാണ് ഇത്രയും കല്ലുള്ള സാധനം JCBക്ക് മാതി കപ്പൂത്തുഴി കുത്തിയേക്കുക. ആരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് മണ്ടത്തരം. അല്ല ഇപ്പൊ അംഗൻവാടി ഇവര് നേരത്തെ ഉദ്ഘാടനം നടത്തിയപ്പം ഇതിന്റെ ഒരു സൗകര്യം ടോയ്ലറ്റ് പോലും ചെയ്യാതല്ലേ ഉദ്ഘാടനം നടത്തിയത്? അതെ അതെ, ഒന്നുമില്ലാതെ ഉദ്ഘാടനം നടത്തി. വരുമ്പോ കാണിക്കുന്ന ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ള അംഗൻവാടിയിലെ ടീച്ചർമാര്, ബ്ലോക്ക് മെമ്പർ, എല്ലാ ആൾക്കാരെയും എല്ലാരും കൂടെ കൂട്ടിയാണ് ഇവിടെ വന്നത്. കൂട്ടിയാ വരുന്നത്. ബ്ലോക്ക് മെമ്പർ വരെ വീഡിയോ ഉണ്ട്. ബ്ലോക്ക് മെമ്പർ വരെ ഇവിടെ പെട്ടിയോട്ടൊക്കെ സാധനം ഇറക്കുന്നത്. അവരെല്ലാരും കൂടെ വന്നു. ആർപ്പൂര പഞ്ചായത്തിൽ പുതിയ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രശ്നം നടന്നപ്പോൾ നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ മെമ്പർമാരാ മൊത്തം. പിന്നെ പുറമെ അവര് പറയുന്നത് ഇവിടെ അംഗൻവാടി പഠിത്തം നടക്കുന്നുണ്ടെന്നാ. നമ്മളെ കളക്ടറേറ്റിലൊക്കെ പോയി ഓരോരുത്തരോട് ചോദിക്കും, അവിടെ പഠിത്തം ഉണ്ടല്ലോ, പിള്ളേർ പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ ചോദിച്ചു സൗകര്യം ഇല്ലാതെ എങ്ങനെ അവർ പഠിക്കുന്നതെന്ന് ചോദിച്ചു. വെള്ളം ഇല്ല, കറണ്ട് ഇല്ല, പിന്നെ എങ്ങനെ പിള്ളേർ പഠിക്കും? ഇതിപ്പോ ഞാൻ പറയാം, നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പം ഈ ആർപ്പുക്കര ഭാഗത്തുള്ള ആൾക്കാരൊക്കെ പറയുമ്പം അംഗൻവാടി വന്നതിന് നിങ്ങൾ കോളനിക്കാരെല്ലാം കൂടെ എതിരാന്നുള്ള ഒരു സംസാരമല്ല വരുന്നത്. അങ്ങനെയാണ് നമ്മളെ വെറും ഇതാക്കി വെച്ചു. ഇപ്പൊ വഴിയുടെ കാര്യം, ഇതെന്താ സത്യാവസ്ഥ എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. വഴിയുടെ കാര്യം നമ്മൾ സ്റ്റേ ആക്കിയിട്ടിരിക്കുവാന്നാ പറയുന്നത്. ഈ പുള്ളിക്കാരനെ ഞാൻ വന്നിട്ടുണ്ടോ, വനിതാ പോലീസ് ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ടോ? ഈ പെണ്ണിന്റെ കെട്ടുവനെ മനോജിനെ ഭയങ്കര വെല്ലുവിളി പോലെയാ. വാപ്പട്ടന്റെ കാശെല്ലാം കൊണ്ട് അവിടെ കൊടുത്ത് കേസ് നടത്തുവാണെന്ന് ചോദിച്ചോണ്ട് ചാടി കുളിച്ചൊഴി എന്നോ മേളമായിരുന്നു അറിയോ. ഈ പണിക്കാരൻ ചെയ്ത് തന്നെ ഇവിടെ വെള്ളം ഉണ്ടാക്കി നാഗെല്ലാം അടിച്ചു പൊളിച്ച് കളയുകയും ചെയ്തു. ഇപ്പൊ ഈ പൈപ്പുള്ള അല്ലെങ്കിൽ നമുക്ക് കുളിക്കാൻ വേണ്ട അനുഭവം. അല്ല പണ്ട് ഇതിന്റെ ടാങ്കിന് പുറകിലല്ലായിരുന്നോ? ഒരു ചെറിയ ഇത് അടിച്ചു പൊളിച്ചതാ, അല്ല ഇപ്പൊ നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ടോ? വെള്ളം വേനലായതുകൊണ്ട് കുറവാ വരുന്നത്. അതിനിപ്പോ എന്നാ വേണോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇതിന് അടിവഴി പൈപ്പ് ലൈൻ പോയിട്ടില്ല എന്ന് ചോദിച്ചു. ചോദിച്ചു അതിനിപ്പോ എന്നാ വേണോന്ന്. ആ പുള്ളി അങ്ങനെയാ ചോദിച്ചത്. പുള്ളി എത്ര കോടി വേണേലും ചെലവാക്കാം. അത് എത്ര കോടി ചെലവാക്കിയാലും പുള്ളി ഇത് ഇവിടെ കൊണ്ടുവരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്നാണേലും നമുക്ക് വഴി വേണം,
പിന്നെ കോളി ചിലതൊക്കെ ഇതുപോലെ അല്ല ഇപ്പൊ ഈ 3 വർഷമായിട്ട് നിങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് പിന്നെ എന്താ നിങ്ങൾ കോംപ്രമൈസിന് പോകുന്നത്? കോംപ്രമൈസ് ഇല്ല, ഇങ്ങനെ ഒറ്റ വഴിയല്ല. ഈ സ്ഥലം കോളനിയുടെ സ്ഥലം മൊത്തം കോളനി. അത് പണ്ട് കിടന്ന പോലെ തന്നെ കിടന്നാൽ മതി എന്ന് ഇവിടെ പിള്ളേരുണ്ട്, ഇവിടെ കുട്ടികളുണ്ട്, പിള്ളേരുണ്ട്. അവർക്കും കളിക്കാൻ റോഡിൽ, അവരും കളിച്ചാൽ റോഡിലിറങ്ങി ആക്സിഡന്റ് തന്നെ. പിന്നെ അതെ അവരിപ്പോ റോഡിൽ കളിക്കുന്നത്, ഓട്ടോ ഒക്കെ വരുമ്പോ തന്നെ ഇവര് പറയുന്നത് അംഗൻവാടി വരെ പഠിക്കുന്ന 2-3 പിള്ളേർക്ക് അവർക്ക് ആക്സിഡന്റ് ഉണ്ടാകാതിരിക്കും മതിലാണ്. അപ്പൊ ഇവിടെയുള്ള പിള്ളേർ വഴിയിലിറങ്ങി കളിച്ച് വല്ല ആക്സിഡന്റ്. നമ്മുടെ പിള്ളേരൊന്നും പിള്ളേരല്ലെന്നോ അല്ലേ അവര് പറയുന്നത് അതേ രീതിയാണ്. പിന്നെ അവര് ചോദിക്കുന്ന ഈ കെട്ടിടം വന്നിട്ട് നിങ്ങളുടെ പിള്ളേർ എവിടെ കയറി കളിക്കാനാണ്? ഇനിയിപ്പോ അംഗൻവാടി ഏതായാലും പണിത് വെച്ചില്ലേ, അതുകൊണ്ട് അവിടുത്തെ പിള്ളേർ കളിക്കട്ടെ, നമ്മള് ഉള്ള സൗകര്യത്തിലൂടെ പോകാനായിട്ട്. മേളിലോട്ട് പണിയാനും ഇതുണ്ട്, പ്ലാൻ ഉണ്ട് അവർക്ക്. മോളിൽ പണിയാണ് വായനശാല ആദ്യം പണിത് കംപ്ലീറ്റ് ആക്കാൻ ഇതുവരെ അവരെ കൊണ്ട് പറ്റിയില്ല. പിന്നെ ബാക്കിയാണ് 5 ലക്ഷം രൂപ നമുക്ക് ആവില്ലല്ലോ. ആര് വന്ന് കയറാൻ? വല്ല പിള്ളേർ കയറിയിട്ട് തലയിൽ ഉത്തരവാദിത്വം. അതെ അതെ. അന്നീ പറഞ്ഞ പോലെ ആരും ഇല്ല ഇവിടെ എങ്ങും. എല്ലാരും പോയി കഴിഞ്ഞ് പോലീസും വന്നു മറച്ചു ആരും ഇല്ലാത്തപ്പോ പോലീസ് വന്ന് നിറഞ്ഞു നിൽക്കുക. ഒരു പണി തുടങ്ങുന്ന സമയത്ത് രാവിലെ ഒരു 9 വരെ 10 മണിയാകുമ്പോൾ വരും. ഇത് അങ്ങനത്തെ ഒരു ഇടപാടില്ല. ഒരു 11 മണിയാകുമ്പോഴാണ് ഇവിടെ എല്ലാ പരിപാടി ഏരിയ കാണത്തില്ല. അന്നേരം അവർക്കറിയാം നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്നുള്ള അറിയാം. ഉദ്ദേശം വേറൊന്നും അല്ലായിരുന്നു. നമ്മള് ബഹളം വെക്കുവാണെങ്കിൽ നമ്മളെ പിടിച്ചോണ്ട് പോയി കൊണ്ടുപോകാനുള്ളതാണ്. പക്ഷെ നമ്മൾ സാധാരണ രീതി നമ്മുടെ കാര്യം പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി പറയാനുള്ളത് പറഞ്ഞു. ഇവരൊക്കെ 1-2 കേസൊക്കെ വന്നു കഴിയുമ്പോ നമ്മളെല്ലാം ഒതുങ്ങുന്ന കണക്കൂട്ടിലായിരിക്കും. ഭീഷണിയുടെ സ്വര പിന്നെയല്ല, ഭീഷണിയായിരുന്നു. നീ ആരാന്നൊക്കെ ചോദിച്ചു, എന്റെ കെട്ടിയവനോട് ചോദിച്ചു നീ ആരാ, നിനക്കിവിടെ സ്വന്തം സ്ഥലമുണ്ടോ? ബ്ലോക്കിൽ നിന്ന് എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ ചീത്ത വിളിക്കുന്നതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ആണല്ലേ? അത് ഇവിടെ, അതായത് ഈ വാർഡിലെ മെമ്പറല്ല, വേറൊരു വാർഡിലെ മെമ്പർ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടത്തിൽ വന്നു നിന്നിട്ട് ചീത്ത വിളിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പൊ നമുക്ക് നീതി എത്തുന്നിടം വരെ നമ്മൾ പോരാടുക. അതെ അല്ലല്ലോ? അതെ അതെ അതെ. ഇപ്പൊ എന്നാണ് റിസൾട്ട് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത് എന്നാണേലും വഴിയുടെ ഇതിന് വരും. എന്നാലും കോടതിയും നിയമം ഇവിടെ ഉണ്ടെന്നേ എൻ്റെ അകത്ത് തന്നെ. ഇപ്പൊ എന്നാ റിസൾട്ട് വന്നാലും അല്ല, അവർക്ക് ബഹളം വെക്കണമെന്ന് ആൾക്കാരെ കൂട്ടി ഒരു ഇത് കാണിക്കണം, അത്രേ ഉള്ളൂ. പ്രശ്നം ഉണ്ടാക്കുക. അത് നമ്മളിവിടെ ആരും ഇല്ലെന്ന് തന്നെ, എല്ലാവരും ജോലിക്ക് പോകുന്നവർ. ഓർഡറുകളെല്ലാം വന്നിട്ട് പഞ്ചായത്തിന് മാത്രം കിട്ടിയിട്ടില്ല. ഈ പഞ്ചായത്തിന് മാത്രം ഒരു ഓർഡറും കിട്ടിയിട്ടില്ല. ബാക്കിയെല്ലാം അതൊക്കെ നുണ പറയുന്ന ഓർഡർ. കോടതി ഓർഡർ കിട്ടുന്നുണ്ട്. ഓർഡറില്ല. കോടതി ഓർഡർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ് വിടുന്നത്. അവർക്ക് പഞ്ചായത്തിന് ഇവര് പറയുന്ന ഒരു രേഖയുള്ളൂ അവർക്ക് ആസ്തി വികസനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പെർമിറ്റ് അനുവദിച്ചിട്ടുണ്ട്. അതും പറയുന്നത് അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ LSD ഓഫീസിന് ജോയിന്റ് ഡയറക്ടർ പഞ്ചായത്തിന് അയച്ചതിന്റെ തെളിവുണ്ട്. അവൻ അപ്പറേ ഉള്ളതാ. അവൻ മാത്രമേ ഉള്ളൂ നമ്മളോട് അപ്പുറേന്ന് സഹകരിക്കാനുള്ളൂ. വേറെ എല്ലാവർക്കും അവൻ അന്ന് ആ ബഹളം നടന്നപ്പോൾ അവൻ ഇവിടെ ഉണ്ട്. അവൻ എല്ലാ കാര്യത്തിനും നമ്മളോട് നിൽക്കുന്നതാ. ഇങ്ങോട്ട് കുറെ വീടുണ്ട്, അവർക്ക് ആർക്കും സഹകരണമില്ല. അവരാരും വരത്തില്ല. ഭയങ്കര ഇവിടെ കുറെ മണ്ണടിയോ ഇങ്ങോട്ട് കയറി വന്നാൽ ഇവിടെ വഴി വേണ്ട. ആവശ്യത്തിന് ഈ സ്ഥലം വേണം. അവർക്ക് ആവശ്യങ്ങൾ. ഇങ്ങോട്ടൊരു ടിപ്പർ കയറി വന്നാൽ വേറെ തിരിക്കാൻ സ്ഥലമില്ല. അതെ സത്യം. അത് അവർ വേണ്ട. എല്ലാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അല്ല അവിടുന്ന് ഒരു വണ്ടി, വലിയ വണ്ടി കയറി വന്നാൽ എവിടെയാ തിരിക്കാൻ സ്ഥലം? ഇപ്പൊ ഇങ്ങോട്ട് തിരിക്കാനും പറ്റത്തില്ല. കാര്യം ഈ മെറ്റിൽ ഇങ്ങനെ ഇറക്കി ഇട്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാ. ഈ കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ തിരിക്കാൻ ഇവിടെ ഉള്ളു സൗകര്യമുള്ളൂ. അല്ല ഇനിയിപ്പോ ഇതുപോലുള്ള സാധനങ്ങൾ ഒന്നും ഇവിടെ ഇറക്കണ്ടെന്ന്. കാരണം കോടതി ഉത്തരവുള്ളടത്ത് കോർട്ടുള്ളിടത്ത് സാധനം ഇറക്കാൻ നിയമം ഉണ്ടോന്ന് എല്ലാവിധ വർക്കുകളും നിർത്തിവെക്കാനാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊണ്ട് പിന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്താനുള്ള സാധനം ഇറക്കി വെക്കുന്നത് അത് ഇതെല്ലാം ചോദിച്ചു പറയാം. അത് പോലീസിൽ ഞങ്ങളോട് പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷൻ എന്ന് പറയാം നാളെ അവർക്ക് അനുകൂലമായിട്ട് വിധി വന്നാലോ ഈ സംഭവം പിന്നെ അതിന് തലവസം അവര് ചെയ്യാണ് കൊണ്ടിറക്കിയതാണ്. പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ കംപ്ലൈന്റ് കൊണ്ട് കൊടുത്തു. ഈ സംഭവം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് 10-12 വീട് ഇലക്ഷൻ കമ്മീഷന്റെ ആൾക്കാർ വന്നപ്പോഴല്ലേ ഒരു മനുഷ്യൻ സപ്പോർട്ടില്ല. ആരെങ്കിലും സപ്പോർട്ടുള്ളൂ? എവിടെയാ പുറത്തുനിന്നുള്ളവരാ ഇങ്ങോട്ടാ. അവരില്ല, അവരാരും ഇല്ല, ഒരു കാര്യത്തിനും ഇല്ല. അല്ല അവർക്കും ആവശ്യമുള്ള ഈ സ്ഥലമല്ലേ അല്ലേ? അവരും ഇതിലെ നടക്കുന്നതാ. ഇവിടെ നമ്മളെ ഇത് കിട്ടുവാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ വണ്ടിയോട്ട് ഇട്ടേക്കാൻ പറയാം. അവർക്കും എന്തെങ്കിലും കാര്യത്തിന് വേണം ഇവിടെ ഇറക്കാൻ സ്ഥലമുള്ളൂ. എല്ലാരും ഇവിടെ ഇറങ്ങിയിട്ട് അത് സാധനം ചുമന്നോട്ട് പോകുന്നു. ആരും വീട്ടിൽ വണ്ടി ചെല്ലിയല്ല. ഈ പേരെ എല്ലാം പണിത് ഇവിടെ ഇറങ്ങിയിട്ട. അപ്പം നിങ്ങൾ കണ്ടതാണ് ഈ കോളനിക്കാരുടെ പ്രശ്നങ്ങൾ. അപ്പം പുറം ലോകമൊക്കെ അറിയുന്നത് ഇവർ ഈ അംഗൻവാടി
ഇതിലെ പ്രവർത്തനമൊക്കെ മുടക്കാൻ നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് ഇവരുടെ ന്യായമായ അവകാശമാണ്. അവകാശം നേടുന്നതും വരെ അവർ പോരാടാൻ തയ്യാറാണ്. അപ്പോൾ ഇവർക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്.